മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. വചനം ധ്യാനിക്കുമ്പോ ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ സാന്നിധ്യം. ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു. 97-ാം സങ്കീർത്തനം 10-ാം തിരുവാക്യം. തിന്മയെ ദ്വേഷിക്കുന്നവനെ കർത്താവ് സ്നേഹിക്കുന്നു. തിന്മയെ ദ്വേഷിക്കുന്നവരെ കർത്താവ് സ്നേഹിക്കുന്നു. കർത്താവിൻ്റെ സ്നേഹം ആർക്കുള്ളതാണ്? പാപത്തെ വെറുക്കുന്നവർക്കുള്ളതാണ്. പ്രിയ സഹോദര സഹോദരി, നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും കർത്താവിന് സമർപ്പിക്കാം. ലോകമോഹങ്ങളെ വിട്ടുപേക്ഷിച്ച് വിശുദ്ധീകരിക്കപ്പെട്ട ജീവിതത്തിനായി നമുക്കെല്ലാവർക്കും ആഗ്രഹിക്കാം. ആയിരിക്കുന്നിടത്ത് നമ്മളെല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി നമുക്ക് പരിശുദ്ധാത്മാവിനെ വിളിച്ചു പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, സർവശക്തിയോടെ വരണമേ, സർവശക്തിയോടെ വരണമേ. ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ലോകമോഹങ്ങളിൽ നിന്ന് ഞങ്ങളെ വിമോചിപ്പിക്കണമേ, ഞങ്ങളെ വിമോചിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ആത്മപകർച്ച നൽകണമേ. ആത്മപകർച്ച നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. കരങ്ങൾ അടിച്ച് ആത്മാവിൽ നിറഞ്ഞ് നമ്മൾ പാടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ കൃപ നമ്മിലേക്ക് ഒഴുകപ്പെടുന്ന സമയം എല്ലാം മറന്ന് നമ്മൾ ആയിരിക്കുന്നിടത്ത് കർത്താവിന്റെ തിരുനാമം വിളിച്ച് പ്രാർത്ഥിക്കുക. യേശു ക്രിസ്തുവിന്റെ നാമം അത്ഭുത നാമമാണ്. നമുക്ക് ഒരുമിച്ച് കരം അടിച്ചു പാടാം. അന്ത്യകാല പ്രേഷിത യേശുവിന്റെ സ്നേഹിത, ലോകമോഹം വിട്ടകന്ന ധീരസാക്ഷികൾ. ആരാണ് അന്ത്യകാല പ്രേഷിതര്? ലോകമോഹങ്ങളെ വിട്ടുകളഞ്ഞ കർത്താവിന്റെ ധീരസാക്ഷികളാണ്. അന്ത്യകാല പ്രേഷിത യേശുവിന്റെ സ്നേഹിത, ലോകമോഹം വിട്ടകന്ന ധീരസാക്ഷികൾ. കർത്താവേ, ഈ ചൈതന്യത്താൽ 10,000 നിറയ്ക്കണമേ. ലോർഡ് ബ്ലെസ് ധീരസാക്ഷികൾ. അന്ത്യകാല കൊയ്ത്തിനായി ഇറങ്ങിടുക സോദരെ, കാലമേറെയില്ല കാന്തൻ വന്നിടുവാനായി. അന്ത്യകാല കൊയ്ത്തിനായി ഇറങ്ങിടുക സോദരെ. അത്ഭുതങ്ങൾ നൽകണമേ. ആത്മരക്ഷ ലക്ഷ്യമാക്കി ജീവിതം ക്രമപ്പെടുത്തി ലോകത്തെ നിസ്സംഗതയ വീക്ഷിക്കുന്നവർ. ഈ ഒരു അഭിഷേകം നമുക്ക് വേണ്ടത്. ലോകമോഹങ്ങളെ വെറുത്തുപേക്ഷിക്കാനുള്ള അഭിഷേകം. ആത്മനാഥനേശുവിന്റെ ആത്മഭാരമേറ്റെടുത്ത് ആത്മാക്കൾക്കായി വില കൊടുത്ത് വേല ചെയ്തവർ. അതിലൊരുവനായി ഒരുവളായി കർത്താവ് നമ്മെ വിളിക്കുകയാണ്. ആത്മാക്കൾക്കായി വില കൊടുത്ത് കരങ്ങൾ ഉയർത്തി അടിച്ചു പാടാം. അന്ത്യകാല പ്രേഷിത യേശുവിന്റെ സ്നേഹിത, ലോകമോഹം വിട്ടകന്ന ധീരസാക്ഷികൾ. കർത്താവെ, പ്രവർത്തിക്കണമേ. ഈ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. അന്ത്യകാല പ്രേക്ഷിത ചൈതന്യത്താൽ ഞങ്ങൾ അനോയിന്റ് ചെയ്യണമേ. ലോകമോഹ
ലോകമോഹം വിട്ടകന്ന ധീരസാക്ഷികൾ. പരസ്പരം ഒന്ന് പങ്കുവെച്ച് പറഞ്ഞുകൊണ്ടത് പാടുകേ. ലോകമോഹം വിട്ടകന്ന ധീരസാക്ഷികൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകമോഹം വിട്ടകന്ന ധീരസാക്ഷികൾ. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി കർത്താവിന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മളെല്ലാം നിറയപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, മഹത്വത്തോടെ വരണമേ. കൃപയുടെ ആത്മാവായി, വചനത്തിന്റെ ആത്മാവായി, ശക്തിയുടെ ആത്മാവായി, വിശുദ്ധീകരണത്തിന്റെ ആത്മാവായി ജനലക്ഷങ്ങളിൽ നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകമോഹങ്ങളെ വിട്ടുപേക്ഷിച്ച് വിശുദ്ധീകരണത്തിന് ജീവിതം നയിക്കുവാനുള്ള കൃപാവരങ്ങൾ നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പാപശക്തികളെ, ലോകശക്തികളെ, തിന്മയുടെ ശക്തികളെ സ്വർഗത്തിലെ തീയായി ഇറങ്ങി വന്ന് കരിച്ചു കളയണമേ. ആരാധനയിൽ ഹൃദയം നൽകി പ്രാർത്ഥിക്കുന്ന 10,000 പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണമേ. സകല ഹൃദയങ്ങളും വചനത്തിനായി തുറക്കപ്പെടട്ടെ. കർത്താവേ, കരമുയർത്തി അവിടുത്തെ ജനത്തെ അനുഗ്രഹിക്കണമേ. വിവിധങ്ങളായ നിയോഗങ്ങൾ, ആവശ്യങ്ങളെ അവിടുന്ന് ആശീർവദിക്കണമേ. കുടുംബങ്ങളിൽ, കൂട്ടായ്മകളിൽ, വിവിധ സ്ഥലങ്ങളിൽ ഇരുന്ന് ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന അനേകം ആയിരങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണമേ. ബ്ലെസ്, ബ്ലെസ് ലോർഡ്. പരിശുദ്ധ അമ്മേ, വചനത്തിന്റെ അമ്മേ, ഞങ്ങളെല്ലാവരും ആത്മനിറവുള്ളവരാകുവാൻ അമ്മ പ്രാർത്ഥിക്കണമേ. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മെ കഴുകി ശുദ്ധീകരിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് ലോകമോഹങ്ങളോട് നിസ്സംഗതയുള്ളവരാകുക. ലോകമോഹങ്ങളോട് നിസ്സംഗതയുള്ളവരാകുക. ഈ കാലഘട്ടത്തിൽ വളരെ പ്രാധാന്യതയുള്ള സന്ദേശമാണിത്. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മോട് എന്താണ് പറയാനുള്ളത്? നമുക്ക് ആഗ്രഹങ്ങൾ ഉള്ളതുപോലെ തന്നെ കർത്താവിനുമുണ്ട് ചില ആഗ്രഹങ്ങൾ. നമ്മുടെ കുടുംബത്തെക്കുറിച്ച്, നമ്മുടെ മക്കൾ ഇങ്ങനെയൊക്കെ ആകണം, നമ്മുടെ വീട്ടിൽ ഇന്നതൊക്കെ ഉണ്ടാകണം, നമ്മുടെ ജീവിതം ഇതുപോലെയൊക്കെ പോകണം. ജീവിതത്തെക്കുറിച്ചും നമ്മുടെ കുടുംബത്തെക്കുറിച്ചും മക്കളെക്കുറിച്ചൊക്കെ ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉള്ളവരാണ് നമ്മളെല്ലാവരും. ഇതുപോലെ കർത്താവിനുമുണ്ട് ചില ആഗ്രഹങ്ങൾ. നമ്മെക്കുറിച്ച് സ്വർഗം യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത് നമ്മൾ ലോകമോഹങ്ങളോട് നിസ്സംഗതയുള്ളവരാകണം. നമുക്ക് നിസ്സംഗത വേണ്ടത് പ്രാർത്ഥനയുടെ കാര്യത്തിലല്ല. നമുക്ക് നിസ്സംഗത വേണ്ടത് ദൈവത്തിൻ്റെ വചനം ധ്യാനിച്ച് വായിച്ച് വചനത്തിൽ വളരാനല്ല. നമുക്ക് നിസ്സംഗത വേണ്ടത് ആത്മീയ കാര്യങ്ങളിലല്ല, ലോകത്തിൻ്റെ വെറിക്കൂത്തുകളോടാണ്, ലോകത്തിൻ്റെ ഇമ്പങ്ങളോടാണ്, ലോകമോഹങ്ങളോടാണ്. അപ്പോസ്തലനായ യോഹന്നാൻ സഭയെ അറിയിക്കുകയാണ്. താൻ എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 15-ാം തിരുവചനം. ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിന്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല. ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? വളരെ ഷാർപ്പായിട്ടുള്ള തിരുവാക്യമാണിത്. നിങ്ങൾ ലോകത്തെയോ ലോകമോഹങ്ങളെയോ സ്നേഹിക്കരുത്. ഇവിടെ ലോകമെന്ന് പറയുമ്പോൾ നമ്മൾ ആരും തെറ്റിദ്ധരിക്കരുത്. ദൈവം സൃഷ്ടിച്ച ഈ സൃഷ്ടപ്രപഞ്ചത്തെയല്ല ഇവിടെ ലോകമെന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അല്ലെങ്കിൽ ദൈവം സൃഷ്ടിച്ച മനുഷ്യ മക്കളെയല്ല ഇവിടെ ലോകമെന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ലോകത്തിൻ്റെ വ്യവസ്ഥിതിയാണ്, സിസ്റ്റം ഓഫ് ദ വേൾഡ്. ഈ ലോകത്തിൻ്റെ വ്യവസ്ഥിതി എന്താ? അതെല്ലാം കറപ്റ്റഡ് ആണ്, ദുഷിച്ചുപോയി. നീ കള്ളു കുടിച്ചോ,
നീ തെറ്റായ ബന്ധങ്ങളിൽ ജീവിച്ചോ? നീ ലോകത്തിന് സകല സുഖഭോഗങ്ങൾ അനുഭവിച്ചോ? ഇതാണ് ലോകത്തിന് വ്യവസ്ഥിതിക്ക് നമ്മോട് പറയാനുള്ളത്. കർത്താവിൻ്റെ ആത്മാവ് പറയാ, ഈ വ്യവസ്ഥിതിയെയും ലോകത്തിൻ്റെ വെറിക്കൂത്തുകളെയും നിങ്ങളാരും സ്നേഹിക്കരുത്. കാരണം ആരെങ്കിലും ഈ വ്യവസ്ഥിതികളെ സ്നേഹിച്ചാൽ അവരിൽ പിതാവിൻ്റെ സ്നേഹം ഉണ്ടായിരിക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ എൻ്റെ സഹോദര സഹോദരി, നമ്മൾ എന്തുമാത്രം ഈ ലോകത്തിൽ വിശുദ്ധീകരണത്തിൻ്റെ ജീവിതം നയിക്കണം? നമ്മെക്കുറിച്ചുള്ള കർത്താവിൻ്റെ തിരുഹിതം ഇത് തന്നെയാണ്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 14-ാമത്തെ തിരുവചനം എന്നെ ഒരുപാട് സ്വാധീനിച്ച ഒരു തിരുവാക്യമാണിത്. തൻ്റെ പിതാവിനോട് കർത്താവ് പ്രാർത്ഥിക്കുകയാ, അവിടുത്തെ വചനം ഞാൻ അവർക്ക് നൽകി. സകല വചനങ്ങളും പിതാവേ അങ്ങിൽ നിന്ന് കേട്ടതെല്ലാം ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ അറിയിച്ചു. എന്നാൽ ലോകം അവരെ ദ്വേഷിച്ചു. കർത്താവ് പറയാണ്, ലോകം അവരെ ദ്വേഷിച്ചു. എന്തുകൊണ്ടെന്നാൽ ഞാൻ ലോകത്തിൻ്റെതല്ലാത്തതുപോലെ അവരും ലോകത്തിൻ്റെതല്ല. എന്താണ് ഈ വചനം നമ്മോട് പറയുന്നത്? തൻ്റെ പിതാവിനോട് യേശു പറയുകയാ, പിതാവേ ഞാൻ ലോകത്തിൻ്റെതല്ല. അങ്ങേക്ക് അറിയാമല്ലോ, കർത്താവായ യേശു ക്രിസ്തു 33 വർഷം ഈ ലോകത്തിൽ മനുഷ്യനായി ജീവിച്ചു. എന്നാൽ അവൻ ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ ലോകത്തിനേതല്ലാത്തതുപോലെ ജീവിച്ചു. ലോകത്തിനേതായ ഒരു സ്വാധീനവും കർത്താവായ യേശുവിൽ ഉണ്ടായിരുന്നില്ല. അവൻ ലോകത്തെ കണ്ടല്ല ജീവിച്ചത്, തൻ്റെ പിതാവിൻ്റെ തിരുമുഖത്താണ് യേശു കണ്ണുറപ്പിച്ചത്. ഞാൻ ലോകത്തിനേതല്ല പിതാവേ, അതുപോലെ അവരും ലോകത്തിൻ്റെതല്ല. ആരാണ് ഈ അവര്? അത് ശിഷ്യന്മാരാണ്, അപ്പോസ്തലന്മാരാണ്. ആ കൂട്ടത്തിൽ കർത്താവിന് ഒറ്റിക്കൊടുത്ത യൂദാസ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ശിഷ്യന്മാർ അത്ര പെർഫെക്റ്റ് ആയിരുന്നില്ല. ഒരുപാട് കുറവുകളും ലോകത്തിൻ്റെ സ്വാധീനങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ യേശു പ്രാർത്ഥിക്കുകയാണ്, പിതാവേ അവരും ലോകത്തിൻ്റെതല്ല. എന്താ അതിൻ്റെ അർത്ഥം? കർത്താവിൻ്റെ മനസ്സ് നമ്മുടെ മുമ്പിൽ കർത്താവ് കാണിച്ചു തരികയാണ്. ഇതാണ് കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും ഈ ലോകത്തിന് വെറിക്കുത്തിന് പുറകെ പോയി ഈയാമ്പാറ്റകളെ പോലെ സ്വയം നശിക്കാതെ, ലോകത്തിൻ്റെ ഭ്രമിപ്പിക്കുന്ന ആ മോഹങ്ങളിൽ വശീകരിക്കപ്പെട്ട് നശിച്ചു പോകാതെ, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളിൽ പിടിച്ച് കൃപയിൽ ജീവിക്കുവാൻ നമ്മെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നു. അതാണ് യേശു പ്രാർത്ഥിച്ചത്, പിതാവേ അവരും ലോകത്തിൻ്റെതല്ല. എൻ്റെ സഹോദര സഹോദരി, അപ്പോൾ നമ്മെക്കുറിച്ച് എന്താ കർത്താവ് ആഗ്രഹിക്കുന്നത്? നമ്മൾ പ്രാർത്ഥിക്കുന്നവരാകണം, നമ്മൾ കർത്താവിനെ ആരാധിക്കുന്നവരാകണം, നമ്മൾ സുവിശേഷ വേല ചെയ്യുന്നവരാകണം. എന്നാൽ ഇതുപോലെ തന്നെ കർത്താവ് ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്, ദൈവത്തിൻ്റെ ജനം ലോകമോഹങ്ങളോട് നിസ്സംഗതയുള്ളവരാകണം. ലോകമോഹങ്ങളെ വിട്ടുപേക്ഷിച്ച് വിശുദ്ധീകരണത്തിൻ്റെ ജീവിതം നയിക്കുന്നവരായി മാറണം. ലോകത്തിന് പ്രത്യേകത എന്താ? ലോകമോഹങ്ങൾക്ക് വളരെ വലിയൊരു ആകർഷണ ശക്തിയുണ്ട്. നമ്മെ ഭ്രമിപ്പിക്കുന്ന ആകർഷണ ശക്തി ലോകത്തിൻ്റെ മോഹങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് പതിനായിരങ്ങൾ ലോകത്തിൻ്റെ മോഹങ്ങളിൽപ്പെട്ട് സുഖലോലുപതയിൽ ജീവിക്കുന്നത്. അതിൻ്റെ നശ്വരത മനസ്സിലാക്കാൻ ഇന്ന് അനേകർക്ക് കഴിയുന്നില്ല. കാരണം അവർ അന്ധരായി മാറി. ഇത് തിരിച്ചറിയാൻ കർത്താവിൻ്റെ ജ്ഞാനം നമുക്ക് ആവശ്യമാണ്. എന്തിനാ ഈ മെസ്സേജ് പരിശുദ്ധാത്മ നമ്മളെ കേൾപ്പിക്കുന്നത്? ഇത് കർത്താവിന് നമ്മോടുള്ള സ്നേഹത്തിൻ്റെ അടയാളമാണ്. നമ്മളാരും നശിച്ചു പോകാതെ, കാലഘട്ടത്തിൻ്റെ അഭിഷേകം സ്വന്തമാക്കി, കാലത്തിന് അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് കർത്താവിൻ്റെ പൊന്നു മക്കളായി നമ്മളെല്ലാം രൂപപ്പെടുവാൻ നമ്മെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നു. ഇതാണ് അപ്പോസ്തലൻ സഭയോട് പറയുന്നത്. ലോകത്തോടുള്ള മൈത്രി അത് കർത്താവിൻ്റെ ഹൃദയത്തെ കീറിമുറിക്കുന്നു. അത് കർത്താവിനോടുള്ള ശത്രുതയാണ്. നിങ്ങൾ അറിയുന്നില്ലേ? എന്തൊരു ഷാർപ്പാണ് ഈ വചനം. അപ്പോസ്തലനായ പൗലോസ് എന്താ സഭയെ അറിയിക്കുന്നത്?
റോമാക്കാർക്ക് ലേഖനം 12-ാം അധ്യായം 2-ാം തിരുവാക്യം. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. നമ്മുടെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറേണ്ട തിരുവാക്യമാണിത്. ദൈവത്തിൻ്റെ പൈതലെ, നിന്നെ നോക്കി സ്വർഗത്തിലെ ദൈവം പറയാ, എൻ്റെ കുഞ്ഞേ, ഈ ലോകത്തോട് അനുരൂപളായി നീ ജീവിക്കരുത്. ഒരു ക്രൈസ്തവന്റെ വിളി എന്ന് പറയുന്നത് ക്രിസ്തുവിനോട് അനുരൂപരായി മാറുവാനുള്ള വിളിയാണ്. നമ്മുടെ ജീവിതത്തിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന സകല ലോകമോഹങ്ങളെ വിട്ടുകളയാനുള്ള ഉറച്ച തീരുമാനം എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകണം. എന്താണ് ലോകത്തിൻ്റെ പ്രത്യേകത? ഉൽപ്പത്തിയുടെ പുസ്തകത്തിലൂടെ നമുക്ക് വരാം. അവിടെ ലോത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നമുക്ക് കാണാം. ലോത്തിൻ്റെ ജീവിതത്തിലൂടെ കൂടുതൽ ഈ മെസ്സേജ് കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒരു സത്യം നമ്മൾ ആദ്യം തിരിച്ചറിയണം. കർത്താവ് മാത്രമല്ല നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ണുകളെ തുറക്കുന്നത്, പിശാചും നമ്മുടെ ആന്തരികമായ കണ്ണുകളെ തുറക്കും. ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങളിലേക്ക്, ലോകമോഹങ്ങളിലേക്ക്, ലോകത്തിൻ്റെ നശ്വരമായ സുഖങ്ങളിലേക്ക് നമ്മൾ ആകൃഷ്ടരാകുവാൻ നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ണുകളെ പിശാചും തുറക്കാറുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 13-ാം അധ്യായം 10-ാമത്തെ തിരുവാക്യം, ജോർദാൻ സമതലം ഫലപുഷ്ടിയുള്ള മണ്ണാണെന്ന് ലോത്ത് കണ്ടു. ലോത്തിന്റെ കണ്ണുകളെ ഇവിടെ പിശാചാണ് തുറക്കുന്നത്. അത് സോദോം ഗോമോറയിലായിരുന്നു. അവിടുത്തെ മനുഷ്യരെ മഹാപാപികളും കർത്താവിൻ്റെ സന്നിധിയിൽ ദുഷ്ടന്മാരുമായിരുന്നു. ദൈവത്തെ വിട്ടുകളഞ്ഞ, വിശ്വാസത്യാഗം സംഭവിച്ച ഒരു ജനതയായിരുന്നു. എന്നാൽ ലോത്ത് അതൊന്നും കാര്യമായി ഗൗനിച്ചില്ല. ലോത്തിന് മനസ്സിലായി, ഇത് കൊള്ളാലോ, ഇവിടുത്തെ ഇമ്പങ്ങള്, ഈ പട്ടണത്തിലെ ചില സുഖങ്ങള്, സൗകര്യങ്ങള്, ഇതൊക്കെ നല്ല ആസ്വാദ്യകരമാണല്ലോ എന്ന് കണ്ട് ലോത്ത് അത് തിരഞ്ഞെടുക്കാൻ നോക്കുകയാണ്. 11-ാമത്തെ വചനം പറയുന്നു, ലോത്ത് ജോർദാൻ സമതലം തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ ലോത്ത് ലോകത്തെ തെരഞ്ഞെടുത്തു. സോദോം ഗോമോറ ലോകത്തെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അത് ലോകത്തിന് പ്രതീകമാണ്. എൻ്റെ സഹോദരി, ലോത്ത് എന്തിനെ തെരഞ്ഞെടുത്തത്? ലോകത്തെ. കർത്താവിൻ്റെ വിളി ലഭിച്ചവനാ, അവൻ കർത്താവിൻ്റെ പൈതലായിരുന്നു. എന്നാൽ തൻ്റെ വിളി വിട്ടുകളഞ്ഞ് ലോക സുഖങ്ങളിൽ, ലോകത്തിനിമ്പങ്ങളിൽ ആകൃഷ്ടനായി ലോത്ത് സോദോം തെരഞ്ഞെടുക്കുകയാണ്. നിങ്ങൾ 13-ാം വചനത്തിലോട്ട് വരണം. അവിടെ പറയുന്നത്, അവൻ സോദോമിലെ പട്ടണത്തിൽ വസിച്ചു. അവൻ സോദോമിനടുത്ത് അടുത്ത് കൂടാരം അടിച്ചു. ഇപ്പൊ ശ്രദ്ധിച്ചു നോക്കി നിങ്ങൾ. ആദ്യം സോദോം തെരഞ്ഞെടുത്തു. ഇപ്പൊ രണ്ടാമത് അവൻ സോദോമിനടുത്ത്, അവൻ കുറേശ്ശെ ലോകത്തോട് ആകർഷനായി വരികയാ. അവൻ്റെ അകത്തുണ്ടായിരുന്ന ദൈവസ്നേഹം പയ്യെ പയ്യെ തണുത്തുറഞ്ഞ് പോകാൻ തുടങ്ങി. ദൈവത്തിൻ്റെ കൃപ അവൻ്റെ ജീവിതത്തിൽ മങ്ങി പോകാൻ തുടങ്ങി. ദൈവത്തിൻ്റെ സാന്നിധ്യം അവൻ്റെ ജീവിതത്തിൽ നിർവീര്യമാകാൻ തുടങ്ങി. അവൻ പയ്യെ ലോകമോഹങ്ങളോട് ആകൃഷ്ടനായി അതിൻ്റെ അരികിലേക്ക് ഇങ്ങനെ നടന്ന് നമ്മളിത് അറിയില്ല. ഇതാണ് ഡിസെപ്ഷൻ. പിശാച് ഇന്ന് ഇവിടെയാണ് അനേകമായിരങ്ങളെ കർത്താവ് തെരഞ്ഞെടുത്ത ആത്മാക്കളെ പോലും വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. ഉൽപ്പത്തിയുടെ പുസ്തകം 14-ാം അധ്യായം 12-ാമത്തെ വചനം. അല്പം നാളുകൾ കഴിഞ്ഞപ്പോൾ എന്താ ലോത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്? ദൈവത്തിന്റെ തിരുവഴുത്ത് പറയാണ്, സോദോമിൽ പാർത്തിരുന്ന തന്റെ സഹോദരപുത്രനായ ലോത്തിനെ, സോദോമിൽ വസിച്ചിരുന്ന, സോദോമിന് അടുത്താണ് അവൻ കൂടാരം അടിച്ചത്. എന്നാൽ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ലോത്ത് സോദോമിൻ്റെ അകത്തായി, സോദോമിൻ്റെ ഉള്ളിലായി എന്ന് പറഞ്ഞാൽ ലോകം അവൻ്റെ അകത്ത് വരികയാണ്. ലോകത്തിന് അത്രയും ഒരു ആകർഷണ ശക്തിയുണ്ട്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ഇന്ന് അനേകരെ കർത്താവിൻ്റെ സുവിശേഷ സത്യങ്ങൾ പോലും അവഗണിച്ചുകൊണ്ട് ലോകത്തിൻ്റെ സുഖങ്ങൾക്ക് വേണ്ടി, ലൗകിക മോഹങ്ങൾക്ക് വേണ്ടി, ലോകം തരുന്ന എൻജോയ്മെന്റുകൾക്ക് വേണ്ടി പലരും കർത്താവിൻ്റെ വചനത്തെ പോലും നെഗ്ലക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. എൻ്റെ സഹോദരി,
കർത്താവിൻ്റെ ഹൃദയം യഥാർത്ഥത്തിൽ നമ്മൾ തിരിച്ചറിയണം. നമുക്ക് എത്ര പേർക്ക് കർത്താവിൻ്റെ ഹൃദയത്തിന് വേദന മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്? പരിശുദ്ധ അമ്മ ഫാത്തിമ പ്രത്യക്ഷീകരണത്തിൽ സ്വർഗം തിരഞ്ഞെടുത്തൊരു പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു ലൂസി. അവൾ പിന്നീട് സമർപ്പിത ജീവിതത്തിലേക്ക് പോയി. സിസ്റ്റർ ലൂസിയോട് പറഞ്ഞു, എൻ്റെ മകളെ, പാപം കർത്താവ് വേദനിക്കുകയാണ്. കർത്താവ് ഇപ്പോഴും വേദനിക്കുകയാണ്. കർത്താവിൻ്റെ വേദന എന്തിനെക്കുറിച്ച്? തൻ്റെ പ്രിയപ്പെട്ടവരെ കുറിച്ച്. തന്നെ സ്നേഹിക്കേണ്ട തൻ്റെ മക്കള് ഇപ്പോഴും പാപം ചെയ്ത് കർത്താവിനെ അപമാനിക്കുന്നു, കർത്താവിനെ കരയിപ്പിക്കുന്നു. വിശുദ്ധനായ ലൂയിസ് ഡി മോൺഫോർട്ടിലൂടെ 300 വർഷങ്ങൾക്ക് മുൻപ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഭയെ അറിയിച്ചു, അന്ത്യകാല പ്രേക്ഷിതരെ ത്രിയേക ദൈവം രൂപപ്പെടുത്തുന്നത് പരിശുദ്ധ മറിയത്തിലൂടെയാണ്. ഈ അന്ത്യകാല പ്രേക്ഷിതര് എന്താണ് അവരുടെ സ്വഭാവ ഗുണം? അവർ ലോകമോഹങ്ങളെ വിട്ടുപേക്ഷിച്ചവരാണ്. അവർ വിശുദ്ധീകരിക്കപ്പെട്ടവരെ, ലോകത്തോട് നിസ്സംഗതയുള്ളവരെ, കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ തീനാവുകള്. എൻ്റെ സഹോദര സഹോദരി, അതിൽ ഒരുവനും ഒരുവളുമായി മാറുവാൻ നമ്മൾ ആഗ്രഹിക്കണം. അന്ത്യകാല പ്രേക്ഷിതരുടെ ചൈതന്യത്താൽ നമ്മുടെ കുടുംബങ്ങൾ നിറയപ്പെടുവാൻ, സമർപ്പിത സമൂഹങ്ങൾ നിറയപ്പെടുവാൻ, നമ്മുടെ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ, സഭയുടെ ശുശ്രൂഷയുടെ എല്ലാ മണ്ഡലങ്ങളും അന്ത്യകാല പ്രേക്ഷിതരുടെ ചൈതന്യത്താൽ ലോകമോഹങ്ങളെ വിട്ടുപേക്ഷിച്ച് വിശുദ്ധീകരണത്തിൻ്റെ ജീവിതം, കൃപയുടെ ജീവിതം, ആത്മനിറവിൻ്റെ ജീവിതം, ഈ ഒരു അനോയിന്റിങ് ഈ തലങ്ങളിലെല്ലാം നിറയപ്പെടുവാൻ നമ്മൾ ചങ്കുപൊട്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ കർത്താവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കി, കർത്താവിൻ്റെ ലൈഫ് അതാണ് നമ്മോട് പറയുന്നത്. യേശു പറഞ്ഞു, ഈ ലോകത്തിൻ്റെ അധികാരിയായ പിശാചിന് എൻ്റെ മേലെ യാതൊരു അധികാരവുമില്ല. എന്തുകൊണ്ട് കർത്താവിന് അങ്ങനെ പറയാൻ കഴിഞ്ഞത്? നമ്മുടെ കർത്താവ് ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ ലോകത്തിനേതല്ലാത്തതുപോലെ ജീവിച്ചു. ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും, ഇത് എങ്ങനെയാ കഴിയുക ബ്രദർ? ഇത് കേൾക്കാൻ നല്ല നല്ല ആനന്ദമുണ്ട്, എന്നാൽ എങ്ങനെ ജീവിക്കാൻ പറ്റും? നമുക്ക് കഴിയാത്തൊരു കാര്യവും കർത്താവ് നമ്മോട് പറയില്ല. അതിനാണ് കർത്താവ് പരിശുദ്ധാത്മാവിനെ തന്നത്. നമ്മളെ സഹായിക്കാൻ പരിശുദ്ധാത്മാവിനെ കഴിയും. ഗലാത്യ സഭയെ നോക്കി പൗലോസ് സാക്ഷ്യപ്പെടുത്തുകയാണ്. 6-ാം അധ്യായം 14-ാമത്തെ വാക്യം, യേശുവിനെ പ്രതി, എൻ്റെ കർത്താവിനെ പ്രതി, ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. വളരെ പവർഫുള്ളായ ഒരു തിരുവചനമാണിത്. എൻ്റെ കർത്താവിനെ പ്രതി. പൗലോസ് മന്ദബുദ്ധി ആയതുകൊണ്ടല്ല, ലോകസുഖങ്ങൾ അനുഭവിക്കാൻ അവന് കഴിവില്ലാത്തത് കൊണ്ടല്ല, തനിക്കായി ജീവിതം തന്ന തൻ്റെ യേശുവിനെ പ്രതി ഞാൻ ലോകത്തിനും ലോകം എനിക്കും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇത് തന്നെ ആയിരിക്കണം നമ്മുടെ ജീവിതവും. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് നോക്ക്. അമ്മയ്ക്ക് എന്താ നമ്മോട് പറയാനുള്ളത്? ഈ ഒരു ജീവിത ശൈലിയല്ലേ. വിശുദ്ധരുടെ ജീവിതത്തിലേക്ക് നോക്ക്. നമ്മുടെ ജ്യേഷ്ഠ സഹോദരന്മാരും സഹോദരികളുമായ വിശുദ്ധാത്മാക്കൾക്ക് എന്താ നമ്മോട് പറയാനുള്ളത്? ഈ ഒരു ജീവിത ശൈലിയല്ലേ. അങ്ങനെയാണെങ്കിൽ സഭാമക്കളായ നമ്മൾ എന്താ സ്വന്തമാക്കേണ്ടത്? ഈ ഒരു ശൈലി തന്നെയാണ്. ലോകമോഹങ്ങളോട് നിസ്സംഗതയുള്ളവരായി കർത്താവിന് മാത്രം ആശ്രയിച്ചുകൊണ്ട്, കർത്താവിൻ്റെ തിരുമുഖത്ത് കണ്ണുറപ്പിച്ച് കൃപയുടെ ജീവിതം, വിശുദ്ധീകരണത്തിൻ്റെ ജീവിതം നമുക്കതിനായി ആഗ്രഹിക്കാം. ആയിരിക്കുന്നിടത്ത് ഒരു നിമിഷ കരങ്ങളൊന്ന് കോർത്ത് പിടിച്ച് ആ വരികൾ ഒരിക്കൽ കൂടെ ചേർന്ന് പാടി, കർത്താവേ, അന്ത്യകാല പ്രേക്ഷിതരുടെ ചൈതന്യം ഞങ്ങൾക്ക് തരണമേ. അന്ത്യകാല പ്രേക്ഷിതർ, യേശുവിന്റെ സ്നേഹിതർ, ലോകമോഹം വിട്ടകന്ന ധീരസാക്ഷികൾ, അതിൽ ഒരുവനായി ഒരുവളായി കർത്താവ് നമ്മെ എണ്ണുകയാണ്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം. അന്ത്യകാല പ്രേക്ഷിതർ, യേശുവിന്റെ സ്നേഹിതർ, ലോകമോഹം വിട്ടകന്ന ധീരസാക്ഷികൾ. അന്ത്യകാല പ്രേക്ഷിതർ, യേശുവിന്റെ സ്നേഹിതർ, ലോകമോഹം വിട്ടകന്ന ധീരസാക്ഷികൾ, ലോകമോഹം വിട്ടകന്ന ധീരസാക്ഷികൾ. യേശുവേ, യേശുവേ, ഞങ്ങളെ പൊന്നു കർത്താവേ, ലോകമോഹം
ലോകം വിട്ടകന്ന ധീരസാക്ഷികൾ. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഈ അഭിഷേക നിറവിന് വേണ്ടി ഹൃദയം പൊട്ടി പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന സമയം ലോകത്തിന്റെ ആസക്തികളിൽ നിന്ന്, ലോകത്തിന്റെ വശീകരണ സ്വാധീനങ്ങളിൽ നിന്ന്, ലോകത്തിന്റെ എല്ലാ ഇമ്പങ്ങളിൽ നിന്ന്, ലോകമോഹങ്ങളിൽ നിന്ന് കർത്താവ് നമ്മളെ വിശുദ്ധീകരിക്കുന്ന സമയം കരമുയർത്തി യേശു നാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് കർത്താവേ, തിരുച്ചോരയാൽ ഞങ്ങളെ കഴുകണമേ. ലോകത്തിന്റെ എല്ലാ ആസക്തികളിൽ നിന്നും, ലോകമോഹങ്ങളിൽ ഞങ്ങളെ കഴുകി ശുദ്ധീകരിക്കണമേ. കർത്താവെ, കരമുയർത്തി ആശീർവദിക്കണമേ. ലോകത്തിന്റെ സകല കെട്ടുകളും ഞങ്ങൾക്ക് പൊട്ടിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപം നിറഞ്ഞ് ദുഷിച്ചുപോയ ഈ ലോക വ്യവസ്ഥിതിയെ വെറുത്തുപേക്ഷിക്കാൻ കർത്താവേ കരുണ കാണിക്കണമേ. താങ്ക് യു ജീസസ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ലോകവും ലോകത്തിന്റെ മോഹങ്ങളും കടന്നു പോകുന്നു. എന്നാൽ ആരെല്ലാം ദൈവഹിതം അനുസരിക്കുന്നുവോ അവർ എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിന് ഇതാ നമ്മോട് പറയാനുള്ളത്. മക്കളെ, ലോകത്തെ ലോകമോഹങ്ങളെയും വിട്ടുപേക്ഷിക്കുക. അതെല്ലാം നശ്വരമാണ്. ഇന്നല്ലെങ്കിൽ നാളെ അതൊക്കെ നശിച്ചു പോകും, ഇല്ലാതാകും. എന്നാൽ ദൈവഹിതം അനുസരിക്കുന്നവരെ അവർ എന്നേക്കും നിലനിൽക്കും. നമുക്ക് ആ കൂട്ടത്തിൽ പെടുവാൻ ആഗ്രഹിക്കാം. നമ്മുടെ ജീവിതത്തെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ കൂട്ടായ്മകളെ, നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്ത മണ്ഡലങ്ങളെ എല്ലാം ഈ വിധത്തിൽ ചിട്ടപ്പെടുത്തുവാനുള്ള ഉറച്ച തീരുമാനം നമുക്കുണ്ടാകട്ടെ. നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തെയും എല്ലാ ആവശ്യങ്ങളെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. തിരുഹൃദയത്തിൻ മുൻപിൽ മെഴുതിരിനാളം പോലെ ഉരുകിടുമാത്മാവിൽ പരമപരിശുദ്ധനായ കർത്താവേ, തിരുവോസ്തിരൂപനായി ദിവ്യകാരുണ്യമായി ഞങ്ങളുടെ മധ്യേ കടന്നു വന്ന സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മ നമ്മളെ പഠിപ്പിച്ചു, ലോകമോഹങ്ങളോട് നിസ്സംഗതയുള്ളവരാകുക. ഹൃദയം നുറുങ്ങി പൊട്ടിക്കരഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ലോകമോഹങ്ങളെ വെറുത്തുപേക്ഷിക്കുവാൻ, കൃപയിൽ ജീവിക്കുവാൻ, വിശുദ്ധിയിൽ വളരുവാൻ, ദൈവസ്നേഹത്തിൽ കത്തിജ്വലിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് ഏവർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുക. പരിശുദ്ധനായ കർത്താവേ, ലോകത്തിന്റെ ആസക്തികളിൽ നിന്ന്, ലോകത്തിന്റെ ആകർഷണ സ്വാധീനങ്ങളിൽ നിന്ന് ഞങ്ങളെ വിമോചിപ്പിക്കണമേ. തിരുച്ചോരയാൽ ഞങ്ങളെ കഴുകണമേ. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മുടെ കുടുംബങ്ങളിലേക്ക്, കൂട്ടായ്മകളിലേക്ക്, നമ്മുടെ ബന്ധങ്ങളിലേക്ക്, നമ്മുടെ ഇടപാടുകളിലേക്ക് എല്ലാം കർത്താവിന്റെ തിരുരക്തം പെരുമഴ പോലെ പെയ്തിറങ്ങുവാൻ നമ്മൾ ഒരുമിച്ച് സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, തിരുരക്തം ഒഴുക്കണമേ. കർത്താവ് നമ്മൾ അനുഗ്രഹിക്കുന്ന ഈ സമയം വലതുകരം ഈശോയുടെ മുമ്പിൽ നീട്ടിപ്പിടിച്ച് ഉറച്ച തീരുമാനങ്ങൾ എടുക്ക്. എന്റെ സഹോദര സഹോദരി, തീരുമാനങ്ങൾ എടുത്ത് പ്രാർത്ഥിക്കുക. കർത്താവേ, നിന്റെ ഹിതത്തിൽ ഞാൻ ജീവിക്കും. ലോകം മോഹങ്ങളെ വിട്ടുപേക്ഷിച്ച് ഞാൻ കൃപയിൽ വളരും, ഞാൻ വിശുദ്ധിയിൽ ജീവിക്കും, ഞാൻ വിശ്വാസത്തിൽ മുന്നേറും. ഈ ഒരു തീരുമാനത്തോടെ നന്ദി പറഞ്ഞ് കർത്താവ് നൽകുന്ന ആശീർവാദം സ്വീകരിച്ച് പ്രാർത്ഥിക്കുന്നു. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഞങ്ങൾ അനുഗ്രഹിച്ചതിനായി, ഞങ്ങൾക്ക് നൽകിയ ഈ ബോധ്യങ്ങൾക്കായി, ഞങ്ങൾക്ക് നൽകിയ വചനങ്ങൾക്കായി, സൗഖ്യത്തിനായി നന്ദി, നന്ദി, നന്ദി കർത്താവേ. താങ്ക് യു ജീസസ്. അടുത്ത ആഴ്ചയിൽ ദൈവവചനം നമ്മൾ ധ്യാനിക്കുന്നത് ദൈവത്തിൻ്റെ ആലോചനകളെ ആരായുക. ഈ ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്കെല്ലാവർക്കും കടന്നു വരാം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം, മഹത്വ
രാജാവേ മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ മഹത്വത്തിൻ സാന്നിധ്യം.